ലക്ഷദ്വീപിൽ കനത്ത മഴ, കാറ്റ്, കൊട വരെ പാറിപ്പോയി. നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ നടന്ന കടലാട്ടോ. എൻ്റെ മോനെ കട്ട്ലൈറ്റ് ചായ പൊടിച്ചല്ല. ബീച്ച് വൈബ് ബസ് ചെയ്തു. ഇതെന്താണിത്? അടുത്ത കോമ്പിനേഷൻ വീറ്റ് ബ്രെഡ്, കടലക്കറി, സോസേജ് വിട്ടുള്ള ഒരു കളിയിലാട്ടാ. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അവസാനത്തെ കോഫിയാണെന്ന്. ഒരിക്കലുമല്ല. 11:30 കഴിഞ്ഞാല് ഒരുപാട് കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാനും അസ്ലഹ് തങ്ങളൂട്ടിയും കൂടി അങ്ങനെ ഞങ്ങളുടെ ചിരകാല സ്വപ്നമായ ലക്ഷദ്വീപ് എന്ന യാത്ര ഇവിടെ തുടങ്ങാൻ പോവുകയാണ്. ഞങ്ങൾ ഒരുമിച്ചുള്ള ആദ്യ യാത്ര കഴിഞ്ഞ വർഷം ജനുവരി മാസത്തിലെ കശ്മീരായിരുന്നു. കഴിഞ്ഞ വർഷം തന്നെ ലക്ഷദ്വീപ് എടുത്തിരുന്നെങ്കിൽ പോലും ഞങ്ങൾക്ക് പല കാരണങ്ങൾ കൊണ്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇത്തവണ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ഫ്ലൈറ്റ് ഏകദേശം 12:30 മണിക്കാണ്. അപ്പോൾ അതിന് മുന്നോടി രാവിലെ തന്നെ നമ്മൾ KSRTC ലോ ഫ്ലോർ ബുക്ക് ചെയ്തു. 6 മണിക്കാണ് പുറപ്പെട്ടത്. കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് വീണ്ടും സ്വാഗതം. അതാ വരുന്നു അടുത്ത ട്രിപ്പ്, ലക്ഷദ്വീപ് ട്രിപ്പ്. ഇവിടെയാണ് കൗണ്ടർ. അലയൻസ് അല്ല, സ്റ്റാർ അലയൻസ്. ടിക്കറ്റ് എവിടാ? ബോർഡിംഗ് പാസ് ബിസിനസ് ക്ലാസ്സോ? ബിസിനസ് ക്ലാസ്. ബിസിനസ് ക്ലാസ് തേങ്ങാക്കൊല. ഈ ഫ്ലൈറ്റിൽ ആകെ ഒരു ക്ലാസ്സേ ഉള്ളൂ, ലോക്കൽ ക്ലാസ്സാണ്. ഏതായാലും ലോഞ്ച് പോയോക്കല, നടപടിയാവോ നോക്കട്ടെ. കൊച്ചി ലോഞ്ച്. അങ്ങനെ വീണ്ടും ഷോ ബാറല്ലട്ടാ, ഈ സാധനം എർത്ത് ലോഞ്ച്. ദ ബ്യൂട്ടിഫുൾ ലോഞ്ച്. വെളിച്ചം വെച്ച് കഴിഞ്ഞാൽ കൊച്ചി ലോഞ്ച് കാണാൻ ഭയങ്കര ഭംഗിയാണ്. മുഞ്ച് സ്റ്റാർട്ടിങ് തീമന്നാക്കി. ഇത്തവണ ലഘുവാണ്. ലഘു അതൊക്കെ വൈബാട്ട്. കൊച്ചി വൈബ്. വളരെ കുറച്ച് കഴിക്കാം. ഇതെന്താണിത്? രണ്ട് വടക്ക് എടുത്ത് നമ്മൾ ലഘു സാൻഡ്വിച്ച്, ആംപ്ലേറ്റ്. ഞാൻ പറഞ്ഞ കൊച്ചിത്തെ എൻ്റെ ഫേവറേറ്റ് സാധനം സോസേജ്. വാ, ചൂടില്ല. അടുത്ത കോമ്പിനേഷൻ വീറ്റ് ബ്രെഡ്, കടലക്കറി, സോസേജ് വിട്ടുള്ളൊരു കളിയിലാട്ടോ. ഉപ്പുമാവാണ് പിന്നുള്ളത്. ഇഡ്ഡലി, പുട്ടില്ല. ടൈമായി തുടങ്ങിയേ. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അവസാനത്തെ കോഫിയാണെന്ന്. ഒരിക്കലുമല്ല. 11:30 കഴിഞ്ഞാൽ ലഞ്ച്, ബിരിയാണി സ്റ്റാർട്ടാവും. അപ്പോൾ നിങ്ങൾ ചെറിയൊരു ഗ്യാപ്പ് എടുത്താണ്. ഒരു ക്യാപ്പിച്ചീനോ മക്കളെ വന്ന് ലഞ്ച് മെനു എത്തിയ സാധനം എന്താ? ചിക്കൻ കറിയാണ്. ഫിഷ് കറിയും ചിക്കൻ കറിയാണ്. നെയ്ച്ചോറിന് മണമില്ല, ബിരിയാണി മണം അടിച്ചിട്ടുണ്ട്. ഫ്രഷ് സാധനം. 11:45 സംഭവം കണ്ട. എന്തായി? ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കിട്ടി. ബ്രഞ്ചായി പോയി. ചിക്കൻ ബിരിയാണി കുറേ കാലത്തിന് ശേഷം ചിക്കൻ ബിരിയാണി ഇവിടുന്ന് കഴിക്കണ്ട. കമ്മിയാണ്, അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ പറയും എല്ലാവരും കോഫി മെഷീനിന് എസ്പ്രസോ ക്യാപ്പിച്ചിനൊക്കെ എടുക്കല്. ഇത്തവണ വെറൈറ്റി. അതാ നമ്മളതാ സ്റ്റക്കായി. ഫ്രോത്തഡ് മിൽക്ക് എടുക്കുക. പാല് നല്ല ചൂട് പാലും എന്നിട്ട് എന്ത് ചെയ്യാം, ഇതിലുണ്ടാവും മസാല ചായ. ഇത് പൊളി സാധനം കേട്ടോ, ടെറ്റ്ലി. ഈ മിൽക്ക് ഒന്നുകൂടെ സ്റ്റീം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, ഈ കമ്പിയിലേക്ക് ഇതുകൊണ്ട് കയറ്റുക, വെക്കുക. കമ്പി ചൂടുണ്ടാവും, നോക്കണേ. ഒന്ന് അങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഉണ്ടാ, തെറിച്ചു. അങ്ങനെ മസാല ചായയും ലെമൺ വിത്ത് ഹണിയുള്ള ഗ്രീൻ ടീ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കുണ്ടോ. സറച്ചൊക്കെ പൊളിയാണ്. മിൽക്ക് ഇത്ര വരാൻ പാടുള്ളൂ കേട്ടോ, കുറച്ച് പോഷൻ, ഫുള്ളായിട്ട് എടുക്കരുത്.
ഇത്തവണ വളരെ കുറച്ച് സമയം മാത്രമേ നമുക്ക് ലോഞ്ച് കിട്ടിയിട്ടുള്ളൂ. കാരണം അങ്കമാലി സ്റ്റേഷനിൽ ബസ് ഇറങ്ങിയിട്ട് വേണം പിന്നെ അവിടെ നിന്ന് നമുക്ക് നെടുമ്പാശ്ശേരിയിലേക്ക് എത്താം. നമുക്ക് ഏകദേശം ഒരു 10-10:15 പിന്നെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് എത്തുമ്പോഴേക്കും 11 മണി, 1 മണിക്കൂർ 2 മണിക്കൂർ കിട്ടിയത്. പിന്നെ ഫ്ലൈറ്റിൽ കയറാൻ നേരത്തെ ഈ കാണുന്ന ചങ്ങായിനായിട്ട് ആകെ ഒച്ചയും ബഹളമായി. ഫോട്ടോ എടുക്കാൻ നേരത്ത് ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്ന് അങ്ങേര്, ബാക്കി എല്ലാവരും ഫോട്ടോ എടുത്തും ചെയ്തു. പിന്നെ അസ്ല ആകെ ഒച്ചയും ബഹളമൊക്കെ ആയിട്ട് ഒരു 10-15 മിനിറ്റ് അവിടെ പോയി. ഇത്രയും നല്ല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായ ലക്ഷദ്വീപിലേക്ക് പോകുന്ന ഫ്ലൈറ്റിന്റെ ഒരു കോലാണിത്. ഈ കാണുന്ന ചെറിയ എയർക്രാഫ്റ്റ് ആണ്, നല്ല കുത്തിക്കുലുക്കം ഫീൽ ചെയ്യും. കണ്ടില്ല പങ്കൊക്കെ തീരണേ. ഏകദേശം ഒരു 1.5 മണിക്കൂറാണ് ഫ്ലൈറ്റ് വഴി പോകുകയാണെങ്കിൽ എടുക്കുക. നേരെ മറിച്ച് ഷിപ്പിലാണെങ്കിൽ ഒരു ദിവസം തന്നെ എടുക്കും. നമ്മൾ ഒരു 1 വേ ഷിപ്പാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പോകാൻ നേരത്തെ ഷിപ്പിൽ ടിക്കറ്റ് കിട്ടിയില്ല. 12:45 ടേക്ക് ഓഫ് ചെയ്ത ഫ്ലൈറ്റ് ഏകദേശം 2 മണിയായപ്പോഴേക്കും ഇതിന്റെ മേലെത്തി. പെട്ടെന്നാണ് കടലിന്റെ കളറൊക്കെ കണ്ട് മാറാൻ തുടങ്ങിയത്. ആ ടെറൈനെ മൊത്തം മാറിപ്പോയി. എന്തൊരു ഭംഗിയാണെന്ന്. കടലില് എത്തിപ്പോയി. നട്ടുച്ച ഭയങ്കര ബ്യൂട്ടിയാണ്. പക്ഷേ ഈ ഫ്ലൈറ്റ് കൊണ്ടാറോ നിന്റെ ഗ്ലാസ്സൊക്കെ ഏതോ ജാമ്പവാൻ കാലത്തെ ഗ്ലാസ്സാണ്. ക്ലിയർ ഇല്ലാന്ന് ഒരു സാധനം കാണുന്നില്ല. എമ്മ ബ്യൂട്ടി ആവാത്തുണ്ട് കടലൊക്കെ. മാഷാ അല്ലാഹ് സൂപ്പർ സ്ഥലം. ഇതാണ് പെർമിറ്റ്. ഇവിടുത്തെ കണ്ടില്ലേ ഫുൾ ആൾക്കാർ ക്യൂ. നീ ഇവിടെ പെർമിറ്റ് കാണിച്ചിട്ട് വേണം പോകാൻ. പെർമിറ്റും ബോർഡിംഗ് പാസും കഴിഞ്ഞു. ഫുൾ പരിപാടി കഴിഞ്ഞു. യാത്ര അടിപൊളി. എല്ലാരും വീഡിയോ എടുക്കണ്ടല്ലോ. ജീബാണ് നമ്മളാള്. ഇനി കളികൾ കാണാൻ പോകുന്നു. ലീവ് എടുത്താ? ഈ മുജീബായിനെ ഞാൻ കുറച്ച് കാലം മുമ്പ് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെടുന്നത്. അങ്ങനെ നല്ലൊരു സുഹൃത്ത് ബന്ധം വഴി മൂപ്പര് കുറെ കാലമായിട്ട് എന്നെ ഇങ്ങോട്ട് വിളിക്കണം. അങ്ങനെ മൂപ്പരുടെ കളിക്കൂട്ടുകാരും ഉറ്റ സുഹൃത്തുക്കളാണ് ഈ ഫതഹുദ്ദീനും അതേപോലെ അസീസ്ക്കിയാണ് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇവരുടെ ഈ ഒരു കൊച്ചു ലോകത്തേക്കും സന്തോഷങ്ങളിലേക്കാണ് നമ്മൾ ഇവർ ക്ഷണിച്ചിട്ടുള്ളത്. ഇനി കാണാം എന്താണ് ലക്ഷദ്വീപ് എന്നുള്ളത്. ഏകദേശം 36 ഐലൻഡുകളിൽ ഒരു കൊച്ചു ദ്വീപ് സമൂഹമാണ് ലക്ഷദ്വീപ്. അതിൽ 10 എണ്ണത്തിൽ മാത്രമേ ജനവാസമുള്ളൂ എന്നുള്ളത് എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. അക്കോമഡേഷൻ, അഗത്തി അക്കോമഡേഷൻ, ബെഡ്റൂം. ഒന്നുമില്ല, വ്യൂ ഇല്ല. പള്ളി 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 അസറിൻ്റെ സമയമായി. നല്ല അടിപൊളി പള്ളി. വൈകുന്നേരമായി. ബ്യൂട്ടിഫുൾ സ്ഥലം കേട്ടോ. അതാണ് നമ്മളെ വീട്. നമ്മുടെ വീട് ഇതാണ്. മണലണ്ടിയിലെ വൈറ്റ് കളർ. ബ്യൂട്ടി മാൻ. മാഷാ അല്ലാഹ്. ഹായ്. നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ നടന്ന കടലാട്ടോ. എൻ്റെ മോനെ സൺസെറ്റായി. 5 മണി കഴിഞ്ഞു. 5:45. മറ്റേ ഭയങ്കര വെയിലായിരുന്നു. രക്ഷയില്ല. കാറ്റും സ്കൂട്ടിയാ നമുക്കാ വിളിക്കും. പോയാ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. വണ്ടി ഇടുമ്പോൾ പോലീസ് ഓഫീസറിൻ്റെ ഇവിടെ. അത് ശരി. നിങ്ങൾ ഈ വേഷത്തിൽ കണ്ടപ്പോൾ മനസ്സിലായില്ല. എയർപോർട്ടിൽ നിന്ന് പോലീസ് വേഷത്തിലായിരുന്നു. ഞാനും വിചാരിച്ചത് ആരാന്ന്. കാണാം. ഇവിടെ ഉണ്ട്. ആ ഓക്കെ. കിട്ടി കിട്ടി കിട്ടി. കടലിലെ കളറൊക്കെ ഇവിടുന്ന് കാണുന്നുണ്ടോന്ന് അറിയില്ല.
ആൾക്കാരുണ്ടാവും. അസ്ലമണ്ട രക്ഷയില്ലേട്ടാ. ഫുൾ തെങ്ങ്, കടല്, കളറോ മിയ കളറ്. ചായ അതില്ല, അതല്ല എൻ്റെ ഒരു വൈബ്. കോഫി പറഞ്ഞാൽ കുറച്ച് പരിഷ്കൃതമായി പോയില്ല. എനിക്ക് ചായ ലക്ഷദ്വീപിൽ കനത്ത മഴ, കാറ്റ്, കൊട വരെ പാറിപ്പോയി. അയ്യോ, ഇവിടെ സ്ഥിരാണ്. കൊടക്ക് പിടിച്ചോ, അതിന് കമ്പിയൊക്കെ തൂങ്ങിക്കണ്. കട്ട്ലൈറ്റ് ചായ പൊടിച്ചല്ല. ബീച്ച് വൈബ്, ബീച്ചിലിരുന്ന്. ഇത് ചായ, ഇത് കോഫി, സാൻഡ്വിച്ച്, കട്ട്ലൈറ്റ് തണുത്ത് വേണം, പക്ഷെ ടേസ്റ്റ് സാൻഡ്വിച്ച്. പാൽപ്പൊടി ഉണ്ടാക്കണ ചേട്ടാ, പാൽപ്പൊടി. സാൻഡ്വിച്ച് രസമുണ്ടല്ലേ, സ്വീറ്റാണ്. മഴ കൊടുത്തു. ക്യാരറ്റ് ഉണ്ട്. അവിടെ പാൽ കിട്ടൂല, പാൽപ്പൊടി ചായയാണ്. മറ്റേ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് പശുവിനെ ഇറക്കണ, ഖത്തർ ഇറക്കിയമാര് എല്ലാ ബിസിനസ്സും ഇവിടെ തുടങ്ങുമ്പോ അറിഞ്ഞില്ല. ഗവൺമെന്റ് സമ്മതിക്കണില്ല, പെർമിഷൻ കൊടുക്കുന്നില്ല. ഇപ്പൊ ഒരു വർഷമായിട്ടുള്ളൂ. BJP ആണ്. അഗത്തി ഐലൻഡിലെ കോറൽ റീഫ്സ്. ഇത് വീഡിയോ ആണ്. സൺസെറ്റ്, ബ്യൂട്ടിഫുൾ സൺസെറ്റ്. ചെറുതായിട്ടില്ല, സൂപ്പറാണ്. അമൂറിന്റെ ടൈപ്പ് മീന്. അത് വേറൊരു ടൈപ്പാണ്, കംപ്ലീറ്റ് റെഡ് അല്ലേ. ചിക്കൻ ബിരിയാണി. ഇത് നമ്മുടെ ചപ്പാത്തിയോ പൊറോട്ട എന്താണത്? അല്ലല്ലോ, സിലോൺ പൊറോട്ടനെ. ഇതാണ് മരി. ഏതാ മീന്, മുള്ളനോ? തിളങ്ങണ മീനൊക്കെ. ചിക്കൻ ബിരിയാണി, ബീഫും ഉണ്ട്, എല്ലാം ഉണ്ടല്ലേ. ഫുഡൊക്കെ മാഷാഅല്ലാ അവർ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി തരുന്നത്. പിന്നെ ഇന്ന് യാത്ര ചെയ്തു വന്ന ക്ഷീണമുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കി വിവരങ്ങളൊക്കെ നാളെ പറയാം. അപ്പോൾ ദിസ് ഈസ് ഫുഡിഷ സൈനിങ് ഓഫ് ഫ്രം ദ മണലരണ്യം ആൻഡ് കടൽ ഓഫ് ദി ലക്ഷദ്വീപ്.